2 മണിക്കും ബെഡിൽ കിടന്നുകൊണ്ട് ഫോണിൽ നോക്കി സമയം ചിലവഴിക്കുന്ന ഒരാൾ, അയാൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ അർത്ഥശൂന്യം എന്നാണ്. അയാൾക്ക് നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ജീവിത സാഹചര്യങ്ങളുണ്ട്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരയുന്ന ഒരു വാക്ക് എന്തുകൊണ്ട് ഞാനിങ്ങനെ ആയി പോകുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിഹാരം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഐഫോൺ എടുത്ത് അതിൽ ആൻഡ്രോയിഡിൻ്റെ സെറ്റിങ്സ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അത് ചിലപ്പോൾ ഹാങ്ങായി പോയി പ്രവർത്തനരഹിതമാകും. അപ്പോൾ ഐഫോണിൽ അതിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെയാണ് ഫിത്ര എന്നത്. മനുഷ്യൻ എന്തിനെങ്കിലും ആരാധിക്കാനുള്ള ത്വരയാണ്. ചിലപ്പോൾ പണത്തിനെ പ്രശസ്തി, പക്ഷേ അതിൻ്റെ ഒരു ഫിത്ര, ഒരു നാച്ചർ എന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്. ഏത് രാജ്യക്കാരാണെങ്കിലും ഏത് മതം പറയുന്നവരാണെങ്കിലും അവൻ സത്യം പറയുമ്പോൾ അവനൊരു സന്തോഷവും, ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ മോശം പറയുമ്പോൾ, കളവ് പറയുമ്പോൾ ഒരു കുറ്റബോധവും സംഭവിക്കുന്നു. അവൻ്റെ മനസ്സിലുള്ള ഒരു കുറ്റബോധം, അതിനെയാണ് ഫിത്ര എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു ഫിത്രയെ കുറിച്ച് ഖുർആനിലും ഹദീസിലും നിരവധി പരാമർശങ്ങൾ നമുക്ക് കാണാം. സൂറത്തുൽ റൂമിൽ 30-ാം വചനമായി അള്ളാഹു ഫിത്രയെ പറ്റി പറയുന്നു. നബിത്തങ്ങൾ പറയുന്നത് എല്ലാവരും ശുദ്ധ പ്രകൃതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ്. എല്ലാവർക്കും ആ ഒരു ഫിത്രയിലേക്ക് പോകാൻ, പോസിറ്റീവ് സൈക്കോളജി അനുസരിച്ച് മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനൊരു പാപഭാരമില്ല, അവനെപ്പോഴും ആ നന്മയിലേക്ക് മടങ്ങാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ഉള്ളത് എന്നതാണ് ഇതിൻ്റെ കാതലായ ഭാഗം.